പാലക്കാട് ധോണിയിൽ വീണ്ടും പുലി ഇറങ്ങി. പ്രദേശത്ത് കണ്ട കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. ധോണി മൂലേപ്പാടം ഷംസുദ്ദീന്റെ വീട്ടിലെ പട്ടിയെ കാണാതായി. എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ധോണിയിൽ വീണ്ടും വന്യമൃഗ ഭീതി പടർന്നിരിക്കുകയാണ്. നമുക്കറിയാം, PT7 ഒരു വിഹര കേന്ദ്രമായിരുന്നു ഇത്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ കടുവശല്യവും കടുവ ഇറങ്ങുന്നതും പുലി ഇറങ്ങുന്നതുമെല്ലാം നിത്യസംഭവമായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയിൽ ഈ ധോണിയിലുള്ള മൂലപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പുലി തന്നെ ആണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷംസുദ്ദീൻ്റെ വീട്ടിലാണ് ഉള്ള പട്ടിയെയും ഇന്നലെ രാത്രി മുതൽ കാണാതായിട്ടുണ്ട്. ഈ പരിസരങ്ങളിലെല്ലാം തന്നെയുള്ള ഇതിൻ്റെ അടുത്തുള്ള തോട്ടിലും മറ്റുമെല്ലാം കാൽപ്പാടുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്കറിയാം, ഈ മലയിറങ്ങി വരുന്ന ഇതിനോട് ചേർന്ന് വനം പ്രദേശമാണ്, വനാതിർത്തിയാണ്. വ്യാപകമായ വന്യമൃഗ ശല്യം ഇവിടുത്തെ പ്രദേശത്തുള്ള നാട്ടുകാർ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. നിരന്തരമായി വനം വകുപ്പിന് പരാതി കൊടുക്കുകയും ഒപ്പം തന്നെ പ്രതിഷേധ പരിപാടികളെല്ലാം തന്നെ നടന്നിട്ടുള്ളൊരു നാടുകൂടിയാണിത്. ഇതിനിടയിലാണ് വീണ്ടും ധോണിയെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് പുലി ഇറങ്ങി എന്നുള്ളൊരു അഭ്യൂഹം പരന്നിട്ടുള്ളത്. അഭ്യൂഹമല്ല, അത് പുലി തന്നെയാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് വനം വകുപ്പും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ പുലി ഇറങ്ങിയ ഷംസുദ്ദീൻ്റെ വീട്ടിലെ ഷംസുദ്ദീൻ്റെ ഭാര്യയായ ഷംന നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എപ്പോഴായിരുന്നു ഇന്നലെ പട്ടിയെ കാണാതായത്? ഞങ്ങൾ രാവിലെയാണ് കണ്ടത്. ഫുഡ് കൊടുക്കാൻ ചോദിച്ചപ്പോൾ കാണാനില്ല, ഓറിയനെ വിളിച്ചപ്പോൾ കാണാനില്ല. പിന്നെ രാത്രി നല്ല സൗണ്ട് ഉണ്ടായിരുന്നു, നായ് കുറച്ചുകൊണ്ടേയിരുന്നു രാത്രിയൊക്കെ. ഈ കാൽപ്പാടുകൾ ഉണ്ടല്ലോ തോടിന്റെ പരിസരത്തൊക്കെ, അതെപ്പോഴാണ് നിങ്ങൾ കണ്ടത്? അത് രാവിലെ ഈ പാല് കറക്കാൻ എണിക്കുമ്പോഴായിരുന്നു അതൊക്കെ കണ്ടത്. വേറെ പശുക്കുട്ടിയോ അല്ലെങ്കിൽ വേറെ ഒന്നിനും ബാധിച്ചിട്ടൊന്നുമില്ലല്ലോ അല്ലേ? വേറെ ഒന്നുമില്ല. ഞങ്ങൾ വളർത്തുന്നതിന് കാണാനില്ല രാവിലെ തൊട്ട്. പുലി തന്നെയാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് പുലിയാണ്, കടുവയല്ല പുലിയാണ് പറയുന്നത്. എന്തായാലും എത്തിയിരിക്കുന്ന പുലി തന്നെയാണ് എന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു എന്ന് തന്നെയാണ് ഈ ഷംന പറയുന്നത്. എന്തായാലും ഇതിൽ വനം വകുപ്പിൻ്റെ ഒരു ഫലപ്രദമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വനാതിർത്തി മേഖലയാണെങ്കിൽ പോലും ഇവിടെ ഗ്രാമീണർക്ക് സ്വസ്ഥമായി സൗകര്യത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി വനം വകുപ്പിനുണ്ട്. ഈ പ്രദേശം വലിയ തോതിൽ തന്നെ വന്യമൃഗശല്യം ഉള്ള പ്രദേശമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എന്തായാലും ഇവിടെ കൃത്യമായ സോളാർ ഫെൻസിങ്ങോ അതുപോലെ തന്നെ പ്രതിരോധ കിടങ്ങ് ഉൾപ്പെടെയുള്ള സംവിധാനം വേണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, News 18 പാലക്കാട്.